നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു വ്യത്യസ്ത കണ്ടന്റുമായി എത്തിയിരിക്കുകയാണ്. വീഡിയോ കാണുക. നമ്മുടെ പ്രധാനമന്ത്രി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗുജറാത്തിലെ ഗീർ വനം സന്ദർശിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഗുജറാത്തിലെ ജുനാഗഡ് ജില്ലയിലാണ് ഗീർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ആഫ്രിക്കയ്ക്കു പുറത്ത് സിംഹങ്ങളെ കാണുന്ന സ്വാഭാവിക വനപ്രദേശമാണ് ഗീർ വനം. 1975 ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഉദ്യാനം രൂപീകൃതമായത്. ജുനാഗഡിലെ നവാബാണ് ഇവിടുത്തെ സിംഹങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ആദ്യ ശ്രമങ്ങൾ അന്ന് നടത്തിയത്. 2005 കണക്കുകൾ പ്രകാരം ഇവിടെ 359 സിംഹങ്ങൾ ഉണ്ട് എന്നാണ്. 2010 കണക്കെടുപ്പ് പ്രകാരം മൊത്തം 511 സിംഹങ്ങളുണ്ട് എന്ന് അറിയും. സുപ്രീം കോടതി ഗീർ വനത്തിലെ ഏഷ്യൻ സിംഹങ്ങളെ മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിലേക്ക് മാറ്റുവാൻ ഉത്തരവിട്ടിരുന്നു അന്ന്. വിസ്തൃതി എന്ന് പറയുന്നത് 1412 കിലോമീറ്റർ ആണ്. ഇത് സ്ഥാപിച്ചത് 1965 ഗീർ വനം സ്ഥാപിച്ചത്. ധാരാളം സഞ്ചാരികൾ അവിടെ എത്താറുണ്ടായിരുന്നു, ഇപ്പോഴും എത്തുന്നുണ്ട്. ഇതിന്റെ ഭൂപ്രകൃതി അല്ലെങ്കിൽ ജന്തുജാലങ്ങൾ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹിരൺ, സരസ്വതി, ഗോദാവരി നദികളുടെ സാന്നിധ്യമാണ് ഉദ്യാനത്തിന് ഈ പച്ചപ്പ് നൽകുന്നത്. ഇതിന്റെ വിസ്തൃതി 250 ചതുരശ്ര കിലോമീറ്റർ ആണ്. പറഞ്ഞ പോലെ വരണ്ട ഇലപൊഴിയും വനങ്ങളും മുൾച്ചെടികളും ചേർന്ന ഭൂപ്രകൃതിയാണ് ഇവിടുത്തേത്. തേക്ക്, സലായ്, താക്ക് തുടങ്ങിയ വൃക്ഷങ്ങളാണ് ഇവിടെ പ്രധാനമായും കാണുന്നത്. ഇവിടുത്തെ ജന്തുജാലങ്ങളെ കുറിച്ച് പറഞ്ഞാൽ സിംഹം, കാട്ടുപന്നി, നീൽഗായ്, സാമ്പാർ, 4 കൊമ്പുള്ള മാന്, ചിങ്കാരമാൻ എന്ന് പറയുന്ന വരയൻ, കഴുതപ്പുലി, ലങ്കൂർ, മുള്ളൻ പന്നി, മുയൽ, കൃഷ്ണമൃഗം എന്നിവയ്ക്ക് ഒക്കെ ആവാസ കേന്ദ്രം ആണ് ഇവിടം. മഗർ മുതലകളുടെ 24ഓളം ഉരകവർഗങ്ങൾ ഇവിടെ അധിവസിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ കുനോ ദേശീയോദ്യാനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇപ്പോ എല്ലാ സമയങ്ങളിലും പബ്ലിക്കിനായിട്ട് തുറന്നു വെച്ചിട്ടുണ്ടോ എന്നത് ഉറപ്പില്ല. എന്തായാലും അതിലേക്ക് പോകാനുള്ള വാഹനം പ്രത്യേക സജ്ജീകരിച്ച വാഹനത്തിലാണ് പോകേണ്ടത്. അപ്പോൾ ഇതിന്റെ ഏതെങ്കിലും കോണ്ടാക്ട് നമ്പറുകൾ ഇതിനോടൊപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ നന്ദി. വീണ്ടും കാണാം. ജയ് ഭാരത് മാതാ.